അപ്പൊ നമുക്ക് ബോഡി ഇങ്ങ് എടുത്ത കർമ്മം അങ്ങോട്ട് തുടങ്ങാം. എടാ പിള്ളേരെ ബോഡി ഇങ്ങ് എടുത്തു. ബോഡി കൊടുത്തു. പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ. കൊണ്ടുപോകരുതേ. എടി കൊച്ചേ, ഒരു മരണ വീട്ടിലാണോ നീ പാട്ട് പാടുന്നേ? പാട്ട് പാടിയതല്ല, എന്റെ അച്ഛൻ മരിച്ചു കിടക്കണ സങ്കടത്തിൽ കരഞ്ഞതാ. അപ്പൊ മോടെ അച്ഛനാണ് മരിച്ചു കിടക്കുന്നത്. പക്ഷെ കരച്ചില് കണ്ടിട്ട് കണ്ണീര് വരുന്നില്ല, കള്ളക്കരച്ചിലാന്ന് തോന്നുന്നു കേട്ടോ. എന്റെ വായിരിക്കണൊന്നും അല്ല, കേൾക്കരുത്. ഞാനുള്ള കാര്യം പറഞ്ഞ കർമ്മിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് കർമ്മങ്ങൾ തുടങ്ങാം. അപ്പൊ ഈ പിണ്ടകർത്താവ് ആരാണ്? പിണ്ടകർത്താവ് ആരാ? എന്റെ ഭർത്താവാണ്. മോടെ ഭർത്താവാണോ? അപ്പൊ പിണ്ടകർത്താവിനെ അങ്ങ് വിളിക്കുക. ചേട്ടാ ചേട്ടാ, അവിടെ ഇവിടെ കറങ്ങി നിൽക്കാതെ ആവോ. നല്ല ഘടാഘടീനായ ബംഗാളി. തുമാറിന ഗാഗ. मेरा नाम घुसर कुमार, मेरा पिताजी का माताजी का अच्छा बजा हुआ था देख के। പട്ടിക്കൂട്ടിക്കൊണ്ടാണ് തല വെച്ച് കൊടുത്തത്. ഇങ്ങ് വരിക. അതെ, ഞാൻ ശാന്തിയാണ്. ഈ കർമ്മമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ കേട്ടോ, ശാന്തി. അപ്പൊ സേട്ടൻ മരിച്ചു കഴിയുമ്പോ ആരാ കർമ്മ ചെയ്യാ? നിന്റെ തന്ത പോരുന്നു. അച്ഛാ ഹേ. അപ്പൊ എവന് മലയാളം അറിയാൻ കുറച്ച് അറിയും. കുറച്ചറിയാം. അപ്പൊ തുണി, അതായത് മുണ്ടിങ്ങെടുക്കുക. മുണ്ടെടുക്കുക. അപ്പൊ മുണ്ടെടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് മുണ്ട് നമ്മള് നല്ല വെള്ളമുണ്ട്. പണി പാളിയല്ലോ, മുണ്ടുണ്ടല്ലോ. ഏതകണ്ഠം നിവേദാഹം സ്വാഹാ മഞ്ഞക്ക മഞ്ഞ കാവി. കാവേദനം. അതായത് കാവി മുണ്ടിലാണ് അച്ഛൻ ഇഷ്ടം. അച്ഛന് കാവി മുണ്ട ഇഷ്ടം. അതായത് അച്ഛൻ്റെ ആത്മാവ് മുകളിലേക്ക് പോകുമ്പോൾ അവന് അച്ഛത്തിന് വേണ്ടത് കാവി മുണ്ട. അപ്പൊ ഈ മുണ്ട് പറ്റില്ല. 350 രൂപ വിലയുള്ള കാവി മുണ്ട് തന്നെ വേണം. എന്റെ പൊന്ന് കർമ്മി, നിങ്ങൾ ഈ സമയത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് 10-12 കിലോമീറ്റർ വേണം സിറ്റി പോകാൻ. ഒരുപാട് അത് നടക്കാത്ത കേസാണ്. അത് ഉള്ളത് ചർച്ച ചെയ്യും. അതെല്ലാം കരുതിക്കൂട്ടി തന്നെ ഞാൻ പറഞ്ഞത്. മുണ്ടേ കാവി മുണ്ടേ 350 രൂപ. മോളെ അങ്ങ് ഉടുപ്പിക്കുക, അങ്ങ് എഴുതിക്കോളുക.